കലാപരിപാടികൾ കണ്ടിരുന്ന് ചെയ്യേണ്ട കാര്യം മറന്നുപോയാലോ? വന്നവർക്കും നിന്നവർക്കും ചെയ്തവർക്കും ഒക്കെ ഒരു വിഷമം തന്നെ. ആയതിനാൽ നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാം. നമുക്കേറ്റവും ബഹുമാന്യനായ തിരുപ്പിറവി ദിവസം തന്നെ ജനിച്ച നമ്മുടെ പാല്യത്ത് മിഖായേലച്ചായനെ പൊന്നാടി അണിയിച്ചങ്ങ് ആദരിക്കാം. എന്താ, എവർക്കും സമ്മതമല്ലേ? ആയതിനായി അച്ചായനെയും എന്റെ അമ്മച്ചിയും മക്കളെയും എല്ലാവരും ഈ വേദിയിലേക്ക് അങ്ങ് കടന്നു വന്നാൽ ആ ചടങ്ങ് അങ്ങ് ഭംഗിയാക്കാം. വരിക. പൊന്നാടി അണിയിക്കുന്നതിനായി പാരിഷ് കൗൺസിൽ കോർഡിനേറ്റർ ശ്രീ റോബർട്ട് റോഡ്രിഗസിനെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവകയിലെ മാതൃകാ ദമ്പതികളായ ഇവരെ ഇണപ്രാവുകളെന്നോ ഇണക്കിളികളെന്നോ വിശേഷിപ്പിച്ചാൽ ഒട്ടും അധികമാവില്ല. നമ്മുടെ എല്ലാം പ്രിയങ്കരനും ഈ ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ മിഖായേൽ അച്ചായന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ഞാൻ ഈ പൊന്നാട നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ആശീർവാദത്തോടെ അണിയിക്കട്ടെ. പൊന്നാട അണിയിക്കാൻ വരട്ടെ. അതിനു മുമ്പ് ഞങ്ങൾക്ക് അപ്പനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായി ഉണ്ട്. അതുകൊണ്ട് സാർ കുറച്ചു നേരത്തേക്ക് അങ്ങോട്ട് മാറിയിരിക്കുക. ഇത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ പിന്നീട് അണിയിക്കുമായിരുന്നല്ലോ. നീരസം തോന്നണ്ട, അങ്ങ് ഉപവിഷ്ടനായാലും വന്നാലും വന്നാലും. അല്ല, ഈ ചോദിക്കേണ്ട കാര്യം വേദിയിൽ വെച്ച് തന്നെ ചോദിക്കാൻ നിർബന്ധമാണെങ്കിൽ, അത് സൂത്രധാരൻ കേൾക്കുന്നതിൽ കുഴപ്പമുണ്ടെങ്കിൽ ഞാനും വേദി വിട്ട് ഒഴിഞ്ഞു തരാം. ചോദിച്ചോളൂ, ചോദിച്ചോളൂ. എന്നതാടാ മക്കളെ നിങ്ങൾക്ക് അപ്പച്ചനോട് ചോദിക്കാനുള്ളത്? അപ്പച്ചനൊന്നും തോന്നരുത്. ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട നേരത്തെ ചോദിക്കണമെന്ന് അപ്പം തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചോദിക്കുക. മക്കൾക്ക് കടമകൾക്കൊപ്പം അവകാശങ്ങളുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഇന്ന് തന്നെ വീതിച്ചു തരണം. എടാ, എന്റെയും അന്നാമ്മയുടെയും കാലശേഷം ഞങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതല്ലേ? പിന്നെ എന്തിനാടാ ഇത്ര തിടുക്കം? എടാ മക്കളെ, ഉള്ളതെല്ലാം ഇപ്പോഴേ അങ്ങോട്ട് എഴുതി തന്നാൽ ഞാനും അച്ചാനും പിന്നെ എവിടെ പോകാനാ? ഞങ്ങളുടെ കാലശേഷം നിങ്ങളെടുത്തോ. എന്റെ പൊന്നമ്മച്ചി, കാലശേഷം കിട്ടിയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇപ്പൊ ഉള്ള എന്താണെന്ന് വെച്ചാൽ കിട്ടിയാ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും. എന്റെ പൊന്നമ്മച്ചി, അമേരിക്കയിൽ ആകെ പ്രശ്നങ്ങളാണ്. തന്നുകൊണ്ടിരുന്ന ശമ്പളം പോലും വെട്ടിക്കുറച്ച്. തിരിച്ചു ചെല്ലുമ്പോൾ ജോലി കാണുമോ എന്ന് പോലും ഉറപ്പിച്ചു പറയാൻ വയ്യ. എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മൂന്നുപേരുടെയും ഭാര്യമാര് സമ്മതിക്കുന്നതുമില്ല. എത്ര കഷ്ടപ്പാടാണെങ്കിലും അവിടെ തന്നെ കഴിഞ്ഞുകൂടണമെന്നാണ് അവരുടെ ഒക്കെ ആഗ്രഹം. എന്റെ മക്കളെ, നിങ്ങൾ കണ്ട നാട്ടിൽ പോയി കിടന്ന് പാടുപെടേണ്ട ഒരു കാര്യവുമില്ലടാ. എടാ, നിങ്ങളെ നിങ്ങളാക്കാൻ വേണ്ടി അപ്പച്ചൻ പാടുപെട്ട മണ്ണ് ഇപ്പോഴും എവിടെയുണ്ട്. അവിടെ നിങ്ങൾക്ക് പണിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയെടുപ്പിക്കാം. എന്റെ വിയർപ്പ് വീണ മണ്ണ 100 മേനി വിളയും. നിങ്ങളുടെ അമ്മച്ചിയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ. ആ മണ്ണ് നിങ്ങൾക്ക് നന്മയെ സമ്മാനിക്കൂ. എടാ, എനിക്ക് 90 വയസ്സായെങ്കിലും എന്റെ മനസ്സിന്നും ചെറുപ്പമാ. വേണ്ടി വന്നാൽ ഇനിയും ഞാൻ കിളയ്ക്കും, ഞാൻ വിത്തെറിയും, ഞാൻ 100 മേനി കൊയ്യുകയും ചെയ്യും. നിങ്ങളെല്ലാവരും എന്നെ ഇട്ടേച്ചു പോയത് കൊണ്ടാണല്ലോ ഞാൻ ഏകനായി പോയത്. അതുകൊണ്ട് എന്റെ മക്കളെടാ, എന്റെ കൂടെ നിൽക്കടാ. എടാ, ഈ മണ്ണിനെ സ്നേഹിക്കടാ. എന്റെ അപ്പ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് ഈ മണ്ണിൽ പണിയാനും പണിയെടുപ്പിക്കാനും ഒന്നും നേരവുമില്ല, ഒട്ടും താല്പര്യവുമില്ല.
അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നതാടാ നിങ്ങളുടെ 3 പേരുടെ ഞങ്ങളുടെ ഏകകണ്ഠമായ തീരുമാനം? ദേ അമ്മച്ചിയോട് ശ്രദ്ധിച്ച് കേട്ടോ. ഈ വലിയ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചി ഈ ഹോം നേഴ്സോടെ താമസിക്കുക അതത്ര സുരക്ഷിതമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പഴയ കാലമല്ല മച്ചി. ആരെങ്കിലും രാത്രി കടന്നു നിന്ന് എന്തെങ്കിലും അതിക്രമങ്ങൾ കാട്ടിക്കൂട്ടിയാൽ അതിന്റെ പിറകെ തൂങ്ങാനും പോലീസ് സ്റ്റേഷനിൽ കയറാനും ഒന്നും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പച്ചനെയും അമ്മച്ചിയെയും സുരക്ഷിതമായ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ചിട്ടേ ഞങ്ങൾ മടങ്ങുകയുള്ളൂ. വൃദ്ധസദനത്തിലോ? ഞങ്ങളോ? നിനക്കൊക്കെ എങ്ങനെ തോന്നിയടാ ഇങ്ങനെ ചിന്തിക്കാൻ, ഈ മുഖത്ത് നോക്കി പറയാൻ? എടാ, ഈ നിൽക്കുന്ന അച്ചായന്റെ കൈപിടിച്ച് ഞാൻ കയറി വന്ന വീടായത്. നിന്നെയൊക്കെ പെറ്റിട്ടതും വളർത്തി വലുതാക്കിയതും എല്ലാം ഇവിടെ വെച്ച് തന്നെയാ. ഞാൻ ഇവിടെ നിന്ന് പോകാനോ? ഞാൻ പോകത്തില്ല. ഞാൻ ഈ തിണ്ണയിൽ കിടന്നേ മരിക്കൂ. അച്ചായ, എന്റെ ശവം ഈ തിണ്ണേന്നെ എടുക്കാവൂ. വൃദ്ധസദനത്തെ കൊണ്ടാൻ വന്നിരിക്കുന്നു. അമ്മച്ചി വാശി പിടിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഇത്ര സെന്റിമെന്റ്സിനൊന്നും ഒരർത്ഥവും ഇല്ല. പ്രായമായി കഴിഞ്ഞാൽ മക്കള് പറയുന്നത് കേൾക്കണം. അതാ അപ്പനും അമ്മയ്ക്കും നല്ലത്. മക്കളെ, മലമ്പനി പിടിച്ച് മാസങ്ങളോളം വയ്യാതിരുന്നപ്പോഴും മലവെട്ടിപ്പൊളിച്ച് മണ്ണാക്കി കൃഷി ചെയ്തവനാ ഈ മിഖായൽ. എന്തിനെന്നോ? നിന്റെയൊക്കെ ഐശ്വര്യത്തിന് വേണ്ടി. നിന്നെയൊക്കെ പഠിപ്പിച്ചു. നീയൊക്കെ വലിയവരുമായി. ഒടുവിൽ അപ്പനെയും അമ്മയെയും ഒന്നും നിങ്ങൾക്ക് വേണ്ടാതെയായി. നിന്റെയൊക്കെ ഈ ചിന്താഗതി ദൈവനീതിക്ക് നിരക്കാത്തതാ. ഓർത്തോ? മക്കളെ പഠിപ്പിച്ചു എന്ന് പറയുന്നത് അത്ര വലിയ മഹത് കാര്യമൊന്നുമല്ല. അത് എല്ലാവരും ചെയ്യുന്നതാ. അതിന് മക്കളിൽ നിന്ന് പ്രതിഫലം വാങ്ങിയേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. നീതിയും ധർമ്മം ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണേ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാകണം. പിന്നെ വൃദ്ധസദനത്തിലോട്ട് പോയേ പറ്റൂ. ലാഭനഷ്ടങ്ങളുടെ കണക്കിൽ നഷ്ടത്തിന്റെ പേജിൽ നീയൊക്കെ ഞങ്ങളെ എഴുതി തള്ളിയല്ലേ? മനസാക്ഷി മരവിച്ച നിന്നോടൊക്കെ ദൈവം ചോദിക്കും, എണ്ണി എണ്ണി ചോദിക്കും. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടാത്ത അവസ്ഥ. ദൈവമേ, ഈ ഗതി മറ്റാർക്കും കൊടുക്കരുതേ. എടാ, മക്കളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് അപ്പന്റെയും അമ്മയുടെയും സ്വത്തല്ല. മരണം വരെയുള്ള അവരുടെ സന്തോഷമാണ്. ആഗ്രഹത്തിൽ നിന്നേ മക്കൾക്ക് ഐശ്വര്യമുണ്ടാകൂ. മറിച്ച് അവരുടെ കണ്ണീരുകൊണ്ട് പടുത്തുയർത്തുന്ന സൗധങ്ങളുടെ അടിത്തറ ദൈവം തകർത്തെറിയും. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഹൃദയത്തിൽ സ്നേഹമുള്ളവരായിരിക്കാനാ. മറിച്ച് കാലത്തിന്റെ പിന്നാലെ പായുന്ന ദുർമോഹികളാകാനല്ല. തത്വജ്ഞാനം ഒന്നും പറഞ്ഞു നിൽക്കാൻ ഇവിടെ സമയമില്ല. കാര്യങ്ങൾക്കൊരു നടപടി ഉണ്ടാകണം. ദേ ഇവളെ, ഈ ഹോം നേഴ്സിനെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം. എന്നെ ഓർത്താലും വിഷമിക്കൊന്നും വേണ്ട. ജന്മം കൊണ്ട് നിങ്ങളാണ് മക്കളെങ്കിലും ഈ അപ്പച്ചനമ്മച്ചിയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചിട്ടുള്ള യോഗമുണ്ടായത് എനിക്കാണ്. വലിയ പഠിപ്പും പത്രാസൊന്നും ഇല്ലെങ്കിലും ഈ അപ്പച്ചനമ്മച്ചിയും ജീവനുള്ളിലും സ്നേഹിച്ചവളാണ് ഞാൻ. ഞാൻ പോയിക്കൊള്ളാം. ആർക്കും ഒരു അധികപ്പറ്റാകാതെ ഞാൻ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. പോയിക്കോട്ടെ അമ്മച്ചി, പോയിക്കോട്ടെ. ഞാൻ മോള് പോകാൻ വരട്ടെ. നീ ഞങ്ങൾക്ക് ജനിക്കാതെ പോയ മകള. പോകാൻ വരട്ടെ മോളെ. അന്നമ്മേ, മക്കള് വലുതാകുമ്പം നമ്മൾ കരുതും അവന്മാര് നമ്മളെ നോക്കുമെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ ഇവന്മാര് നമ്മളെ തെരുവിലിറക്കി വിടുമെന്നും? ആരും തെരുവിലിറങ്ങി പോകാൻ ഞങ്ങളാരും പറഞ്ഞില്ല. കുറെ കൂടി സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് തന്നു എന്ന് കരുതിയാൽ മതി. വൃദ്ധസദനമാണോടാ നിന്റെയൊക്കെ സുരക്ഷിതമായ സ്ഥലം? അത് അപ്പനും അമ്മയും നേരത്തെ തീരുമാനിക്കേണ്ടിയിരുന്നു. മക്കൾക്ക് ഭാരമായി മാറാതെ അവരുടെ കുടുംബജീവിതം സ്വതന്ത്രമാക്കി തരാം. അതിന് ഞാനും നിന്റെ അമ്മയും വിഷം കഴിച്ച് മരിക്കണമായിരുന്നോ? ഏതായാലും ഇതുവരെ ആരും വിഷമൊന്നും കഴിച്ചില്ലല്ലോ.
ഇനിയിപ്പം പറയുന്നത് പോലെ കേൾക്കുക. മറ്റൊരു കാര്യം കൂടി പറയാം. ദമ്പതികളെ ഒരുമിച്ച് നിർത്തുന്ന വൃദ്ധസദനം കേരളത്തിലില്ല. അതുകൊണ്ട് അപ്പച്ചൻ കാസർഗോഡും അമ്മച്ചി തിരുവനന്തപുരത്തുമാണ് പോകേണ്ടത്. വേഗം തയ്യാറാവുക. 2 വണ്ടി ഇപ്പൊ വരും. എന്ത്? ഞങ്ങൾ രണ്ടും രണ്ടായിട്ട് പിരിയാനോ? എന്റെ ഈ കൈ പിടിച്ച് കയറി വന്ന നാൾ മുതൽ ഇന്നുവരെ ഞങ്ങൾ പിണങ്ങിയിട്ടില്ല. അഥവാ പിണങ്ങിയാൽ തന്നെ അതടുത്ത സൂര്യോദയം വരെ നീണ്ടുപോയിട്ടുമില്ല. ഞാൻ എന്റെ ശേഷിച്ച ജീവിതകാലം അത്രയും ഏകനായി കഴിയാനോ? നിന്റെയൊക്കെ ഈ തീരുമാനം എനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് മക്കളെ. താലിച്ചരടിന്റെ മഹത്വം അറിയാത്ത നീചന്മാരെ, നീയൊക്കെ ഒന്നറിയുക. ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ ഭർത്താവാണ്. ആ ഭർത്താവുമൊത്ത് ജീവിതാവസാനം വരെ കഴിയുക അതവളുടെ സൗഭാഗ്യമാണ്. എന്റെ സൗഭാഗ്യത്തെ നീ എല്ലാം കൂടി തട്ടിയെറിയുന്നോ? ദൈവമായിട്ട് യോജിപ്പിച്ച ഞങ്ങളെ മക്കളായിട്ട് വേർപെടുത്തുന്നോ? ഇല്ല, ഞാൻ പോവില്ല. എന്റെ അച്ചായനെ വിട്ട് ഞാൻ പോവില്ല. അച്ചായ, ഞാൻ പോവില്ല. അച്ചായ, ഞാൻ പോവില്ല. എന്റെ അച്ചായനെ വിട്ടിട്ട് ഞാൻ പോവില്ല. അച്ചായ, എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ പോവില്ല. ഞാൻ പോവില്ല. അച്ചായ, ഞാൻ പോവില്ല. കരയാതന്നാമേ, കണ്ണീരൊന്നിനും ഒരു പരിഹാരമാകുന്നില്ല. അന്നാമേ, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളൊന്നും തെറ്റിയിട്ടില്ല. ഇവന്മാരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്റെ മനസ്സ് പലപ്പോഴായി എന്നോട് പറയുന്നുണ്ടായിരുന്നു. പോകാൻ വിധിക്കപ്പെട്ടവരാണ് അന്നാമേ നമ്മൾ. പോയേ തീരൂ. പക്ഷേ അതിനു മുമ്പ് ചിലതൊക്കെ എനിക്കും ചെയ്യേണ്ടതായിട്ടുണ്ട്. ദിവസം ജനിച്ചവനാ നിങ്ങളുടെ അപ്പൻ. ആ മനസ്സെന്താണെന്ന് എനിക്കറിയാം. നിറയെ സ്നേഹം. നിനക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോടാ. തിരുപ്പിറവി ആഘോഷിക്കാൻ വന്നത് ഇതിനാണല്ലേ? എടാ, ക്രിസ്തു ജനിക്കേണ്ടത് പള്ളിയങ്കണത്തിലല്ല, പുൽത്തൊട്ടിലല്ല, നിന്റെ ഒക്കെ ഹൃദയത്തിലാണ്. എങ്കിലേ നിനക്കൊക്കെ നന്മയുണ്ടാകൂ, ഐശ്വര്യമുണ്ടാകൂ. അന്നാമേ, ഓടിയെത്തുന്നവന്റെ കയ്യിൽ നിന്നും ബാറ്റൻ വാങ്ങുന്ന റിലേക്കാരൻ നന്ദി പറയാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കാറില്ല. അതുപോലെ എത്തിയിരിക്കുന്നു എന്റെ നിധി വാങ്ങാൻ നന്ദി കെട്ടവന്മാർ. ഇതെന്റെ വിൽപത്രമാണ്. മാതാപിതാക്കളെ തെരുവിലിറക്കി വിട്ട് അവരുടെ പണം കൊണ്ട് സുഖിക്കാമെന്ന് കരുതുന്ന ഇവന്മാരെ പോലുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള എന്റെ വിൽപത്രം. എന്റെ എല്ലാ സ്വത്തുക്കളും എന്നെ ഇത്രയും നാൾ പൊന്നുപോലെ നോക്കിയ എന്റെ കത്രീന മോൾക്ക് ഞാൻ ദാനം ചെയ്തു കൊള്ളുന്നു. പിടിക്കുമോളെ, പിടിക്ക്, കൊടുക്കനാമേ. വിളിക്കരുത്. അങ്ങനെ വിളിക്കാനുള്ള യോഗ്യതകളൊന്നും നിങ്ങൾക്കില്ല. കടന്നുപോയി എന്റെ മുമ്പിൽ നിന്ന്.
വേണ്ടപ്പച്ച, വേണ്ട. ഞാനിത് അർഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നുമില്ല. അപ്പന്റെ മക്കൾക്ക് സ്വത്തല്ലേ ആവശ്യം, ഇത് അവർക്ക് കൊടുത്തേരപ്പച്ച. ഈ ലോകത്ത് ആർക്ക് വേണ്ടെങ്കിലും ഈ അപ്പച്ചനെ അമ്മച്ചിയും എനിക്ക് വേണം. എന്റെ കൊച്ചു വീട്ടിൽ 2 കാവൽ മാലാകമാരെ പോലെ ഞാൻ നോക്കിക്കോളാം നിങ്ങളെ. ഇതെനിക്ക് വേണ്ടപ്പച്ച, ഇതെനിക്ക് വേണ്ട. ഇത് അവർക്ക് കൊടുത്തേരപ്പച്ച, ഇതെനിക്ക് വേണ്ട. ചില്ലി കാശ് കൊടുത്തു പോകരുത് മോളെ. ഒരുപക്ഷേ ഇവന്മാരുടെ ചിന്താഗതിയുള്ളവര് നാളെ എന്നെ പുച്ഛിച്ചേക്കാം, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ എന്റെ മോൾ അവരോട് പറയണം, മിഖായേലച്ചായന് മക്കളെ കുറിച്ചൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്റെ മക്കൾ ഒരിക്കലും പണത്തിന് പിന്നാലെ പായുന്നവരാകാതെ ഹൃദയങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണമെന്ന്, പണത്തിന് വേണ്ടി എന്തധർമ്മവും ചെയ്യാൻ മടിക്കാത്ത ഈ സമൂഹത്തോട് പറയണം. പണമല്ല വലുത്, പണമല്ല വലുത്, സ്നേഹമാണ്, സ്നേഹമാണ്. അച്ഛാ!